റീനീറ്റിലെ അടുത്ത ഒരു ചാപ്റ്ററുമായി നമ്മൾ എത്തുകയാണ്. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ജെനറ്റിക്സ് 1-ലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തവണ 3 ക്വസ്റ്റ്യൻസ് ആണ് റീനീറ്റിന് ചോദിച്ചത്. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ആർ 2 statements. One is labeled as assertion and other labeled as reason, right? Assertion. In an experiment, Mendel observed that F1 progeny plants are all tall and none are dwarf. F1 എന്ന് പറഞ്ഞാൽ ഫിലിയൽ 1 ടോൾ ഡ്വാർഫ് ക്രോസ് ചെയ്തപ്പോൾ ദാറ്റ് ഈസ് പ്യുവർ ലൈൻ ആയിട്ടുള്ള ടോളും ഡ്വാർഫും ക്രോസ് ചെയ്തപ്പോൾ F1 എല്ലാം ടോൾ ആയിരുന്നു, അത് ഹെട്രോസൈഗസ് ആയിരുന്നു. കറക്റ്റ്. അടുത്തത്, സ്റ്റെം ഹൈറ്റ് ഈസ് എ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്. സ്റ്റെം ഹൈറ്റ് ഹാസ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ലൈക്ക് ടോൾ ആൻഡ് ഡ്വാർഫ്. മെൻ്റൽ 7 ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തു, അവിടെ എല്ലാം കോൺട്രാസ്റ്റിംഗ് ആയിരുന്നു. ഈ പ്ലാന്റിന് കോൺട്രാസ്റ്റിംഗ് ആയിരുന്നു. സ്റ്റെം ഹൈറ്റ്, ടോൾ, ഡ്വാർഫ്, ഫ്ലവർ കളർ വയലറ്റ്, വൈറ്റ്, സീഡ് ഷേപ്പ് റൗണ്ട്, റിങ്കിൾ, സീഡ് കളർ ദാറ്റ് ഈസ് യെല്ലോ, ഗ്രീൻ ആൻഡ് പോട്ട് ഷേപ്പ്, ഇൻഫ്ലേറ്റഡ്, കൺസ്ട്രക്റ്റഡ്, പോട്ട് കളർ ഗ്രീൻ യെല്ലോ, റൈറ്റ്, ആക്സിയൽ, ടെർമിനൽ, ഫ്ലവർ പൊസിഷൻ ദാറ്റ് ഈസ് കോൺട്രാസ്റ്റിംഗ് ആയിരുന്നു. വിത്ത് ടോൾ ബീങ് ഡോമിനൻറ്റ് ആൻഡ് ഡ്വാർഫ് ബീങ് റെസസീവ്. ശരി, അവിടെ ഡോമിനൻറ്റും റിസസീവുമായിരുന്നു, കോൺട്രാസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇത് റീസൺ ആണോ? ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് മെൻ്റൽ ഒബ്സർവ് ദാറ്റ് F1 progeny plants are tall and none are dwarf because stem height is a contrasting trait with the tall being dominant and dwarf being recessive. Assertion and reason are correct. Reason is the correct explanation of assertion. Maklay, answer for this question. Second option, right? Both assertion and reason are correct. Reason is the correct explanation of A. And next question. If for a person with blood group O, നമുക്കറിയാം O ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുടെ ജീനോ ടൈപ്പ് സ്മോൾ ഐ ആണ്, റൈറ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പോസിബിൾ കോമ്പിനേഷൻ ഓഫ് പേരൻസ് ബ്ലഡ് ഗ്രൂപ്പ് ജീനോ ടൈപ്പ്? അപ്പോൾ പേരൻറ്റിൻ്റെ ജീനോ ടൈപ്പിൽ ഓഫ് കോഴ്സ് സ്മോൾ ഐ അല്ലിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഏത് പേരൻറ്റിൻ്റെയാണ് സ്മോൾ ഐ അല്ലിൽ ഇല്ലാത്തത്? അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഫസ്റ്റ് പേരൻറ്റ് ഇവിടെ സ്മോൾ ഐ ഇല്ല, അപ്പോൾ ഇവിടെ പോസിബിലിറ്റി ഇല്ല. ഇവിടെ സ്മോൾ ഐ ഉണ്ട്, റൈറ്റ്, പക്ഷേ ഈ പേരൻറ്റിനില്ല. അപ്പോൾ ആ കുട്ടി, അവർക്കൊരു കുട്ടി ഉണ്ടായാൽ O ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവില്ല. ആൻഡ് വാട്ട് അബൌട്ട് ഹിയർ? ഇവിടെ 2 പേർക്കും ഐ എന്ന അല്ലിയിലുണ്ട്, ആൻഡ് ഇവിടെയും ഉണ്ട്, ആൻഡ് ഇവിടെയും ഉണ്ട്. അപ്പോൾ പോസിബിലിറ്റി നോട്ട് പോസിബിൾ ആയിട്ടുള്ളത് ഓപ്ഷൻ 1 ആണ്. ഓക്കെ, ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ 1. ആൻഡ് വാട്ട് അബൌട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? Chromosomal disorders ആയിരുന്നു given below are 2 statements. Statement 1, Down syndrome is caused by absence of one of the X chromosome എന്ന് പറയുന്നത് മോണോസോം ഓഫ് X chromosome എന്ന് ടേണർ സിൻഡ്രോം ആണ്. ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ 21st ക്രോമസോമിൻ്റെ ട്രൈസോമിയാണ്. 2n+1 ആണ്, ബോത്ത് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ, റൈറ്റ്? ലാങ്ടൺ ഡൗൺ ഇൻ 1866, റൈറ്റ്? അപ്പോൾ അത് തെറ്റാണ്, റൈറ്റ്? And Turner syndrome is caused by the presence of an additional copy of chromosome. നമ്മൾ ഇപ്പോഴും കണ്ടു, Turner syndrome is a monosome of X chromosome in female ആണ്, 2n-1 ആണ്, റൈറ്റ്? അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ here both statement 1 and 2 are incorrect. Answer for this question option 3. And what about? That's about. These are the questions related to principles of inheritance and variation. നമ്മൾ അടുത്ത ചാപ്റ്ററുമായി അടുത്ത ദിവസം കാണാം. അപ്പോൾ താങ്ക് യു.